ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്നും അതിൻ്റെ ബാലൻസ് ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് എക്സാംസൊക്കെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ ഓവർസിയർ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റി, ട്രേസർ, വർക്ക് സൂപ്രണ്ടൻ്റ് എക്സാമും അതുപോലെ തന്നെ സർവേ ഗ്രേഡ് 2 എക്സാംസൊക്കെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്. അതുപോലെ തന്നെ ഇനി ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ അതും വരുന്ന സമയങ്ങളിൽ എക്സാംസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങുക. ഇറിഗേഷനൊക്കെ ഓവർസിയർ ഗ്രേഡ് 2 എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ജൂലൈയിൽ നടക്കാൻ പോകുന്ന എക്സാംസിൽ വർക്ക് സൂപ്രണ്ട്, ട്രേസർ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രേഡ് 2 ഓവർസിയറിൻ്റെതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിമ്മിയുടെ ടെസ്റ്റ് സീരീസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫോർബേ ഈസ് ആൻ എൻലാർജ്ഡ് ബോഡി ഓഫ് വാട്ടർ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇൻടേക്ക്. ഇൻടേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നൊരു വലിയൊരു വാട്ടർ ബോഡിയാണ് ഫോർബേ എന്ന് പറയുന്നത്. ഫോർ അൺലൈൻഡ് കനാൽസ് ദ ഫ്രീ ബോഡി ഈസ് മെഷേർഡ് ഫ്രം ദ FSL ടു ദ ടോപ്പ് ഓഫ് ദ ഡാം. അതായത് അൺലൈൻഡ് കനാൽസിൽ ഫ്രീ ബോർഡ് മെഷർ ചെയ്യുന്നത് ഫുൾ സപ്ലൈ ലെവൽ ടു ടോപ്പ് ഓഫ് ദ ഡാം ആണ്. ഫ്രീ ബോർഡ് മെഷർ ചെയ്യുന്നത് ഫുൾ സപ്ലൈ ലെവലും ഫുൾ റിസർവ് ലെവലും സെയിം ആണ്. The greater the distribution coefficient, the greater will be the peak runoff. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റ് ഇറിഗേഷനിൽ വരുന്ന പാരാമീറ്റേഴ്സാണ്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റ് ഗ്രേറ്റർ ആണെങ്കിൽ പീക്ക് റൺ ഓഫും ഗ്രേറ്റർ ആയിരിക്കും. ഡ്യൂറിങ് റെയിനി സീസൺ റിസർവെയർ അറ്റൈൻസ് മാക്സിമം വാട്ടർ ലെവൽ. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈ ഫ്ലഡ് ലെവൽ. അപ്പം റെയിനി സീസണിൽ റിസർവെയർ ഒരു മാക്സിമം വാട്ടർ ലെവൽ അറ്റൈൻ ചെയ്യുന്നു. ആ ഒരു വാട്ടർ ലെവലാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഓഫ് ആൻ ഇറിഗേഷൻ ട്യൂബ് വെൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കനാൽ ഇറിഗേഷൻ. നമ്മൾ കനാൽ ഇറിഗേഷനേക്കാളും ഇറിഗേഷൻ ട്യൂബ് വെല്ലിൻ്റെ ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഡെൽറ്റ എന്തൊക്കെയാണെന്ന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഫസ്റ്റ് പാർട്ട് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിഞ്ഞൂടാത്തവർ വീഡിയോ കണ്ട് പഠിക്കുക. ദ റേഷ്യോ ഓഫ് നെറ്റ് ഹെഡ് ടു ദ ഗ്രോസ് ഹെഡ് ഈസ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നെറ്റ് ഹെഡിൻ്റെയും ഗ്രോസ് ഹെഡിൻ്റെയും റേഷ്യോ ആയിരിക്കും. ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഹൈഡ്രോമെട്രി. അപ്പം ഈ വാട്ടറിൻ്റെ മെഷർമെൻറ്റിനെ പഠിക്കുന്ന ആ ഒരു സയൻസിനെയാണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. ദ വാട്ടർ വിച്ച് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ് ബൈ ദ ഗ്രാവിറ്റി ഓർ കാപ്പിലറി ഫോഴ്സസ് ഈസ് കോൾഡ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അതായത് ഗ്രാവിറ്റിയും കാപ്പിലറി ഫോഴ്സും അത് കാരണമായിട്ടാണ് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് വാട്ടറാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിനെ പറ്റി കൂടുതൽ ഡെഫിനിഷനൊക്കെ മുൻപത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റിയും കാപ്പിലറി ഫോഴ്സസൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത വാട്ടറിൻ്റെ മൂവ്മെൻ്റൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് വാട്ടറാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയർ ഈസ് ഹൈഗ്രോസ്കോപ്പിറ്റി. അതായത് ഇത് ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ പഠിച്ചിട്ടുണ്ട്, ഹൈഗ്രോസ്കോപ്പിറ്റി പഠിച്ചിട്ടുണ്ട്, സ്കോപ്പിസിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം രണ്ടും തെറ്റിപ്പോവാതെ പഠിച്ച് വയ്ക്കുക. ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, എയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനേഷൻ തന്നെയാണ്, ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിലും വരുന്നത്. Installed capacity is the maximum power which can be developed by all generators of the plant at the normal head with full flow. അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മാക്സിമം പവറാണ്. എല്ലാ ജനറേറ്റേഴ്സിലും ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാക്സിമം പവറാണ്. നോർമൽ ഹെഡിൽ ഫുൾ ഫ്ലോ ഈ നോർമൽ ഹെഡ് ഉണ്ടാകുന്ന ഒരു സമയത്ത് എല്ലാ ജനറേറ്റേഴ്സിലും വരുന്ന ഒരു മാക്സിമം പവറാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. The canal which carries water to the agriculture fields is known as irrigation canal. അതായത് ഇത് കൺഫ്യൂഷൻസ് വരുന്നൊരു ഇതാണ് ഇറിഗേഷൻ. ഈ ഒരു ഡെഫിനേഷൻ ആണ് ചിലപ്പോൾ ഓപ്ഷൻസിൽ മെയിൻ കനാൽ അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടറുകൾ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഓപ്ഷൻസ് വരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരു ഡെഫിനേഷനാണ്. അതായത് അഗ്രികൾച്ചർ ഫീൽഡിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു കനാൽ
അതിനെയാണ് ഇറിഗേഷൻ കനാൽ എന്ന് പറയുന്നത്. ലോക്ക് ചൂട്ട് ഈസ് ഓഫൺ കൺസ്ട്രക്റ്റഡ് ഇൻ ഹില്ലി ഏരിയ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹില്ലി ഏരിയയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലോക്ക് ചൂട്ടാണ്. അല്ലെങ്കിൽ ലോക്ക് ചൂട്ട് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? രണ്ട് രീതിയിലും ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. Marginal embankments are provided on either side of the bank of river to protect the land and property from water during floods. അപ്പം മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് നമ്മൾ ബാങ്കിൽ രണ്ട് സൈഡിലും റിവർ ബാങ്കിൽ രണ്ട് സൈഡിലും കാണപ്പെടുന്ന ഒരു ഇതാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലഡ് ടൈമിലൊക്കെ ലാൻഡിനെയും പ്രോപ്പർട്ടിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, വാട്ടറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ്. ബാങ്കിൻ്റെ രണ്ട് സൈഡിലും കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു എംബാക്ക്മെൻറ്റ്സാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ലാൻഡിനെയും പ്രോപ്പർട്ടിയെയും ഫ്ലഡ് ടൈമിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മാർജിനൽ എംബാക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. Aquifer in which water table serves as the upper zone of saturation is non-artesian aquifer. അപ്പം വാട്ടർ ടേബിൾ അപ്പർ സോൺ ഓഫ് സാച്ചുറേഷനിൽ ആയി കാണുന്ന ആ ഒരു അക്യൂഫറിനെയാണ് ആർട്ടീഷ്യൻ അക്യൂഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടീഷ്യൻ അക്യൂഫർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ലെയറാണ് ആർട്ടീഷ്യൻ അക്യൂഫർ എന്ന് പറയുന്നത്. നോൺ ആർട്ടീഷ്യൻ അക്യൂഫർ എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിൾ അപ്പർ സോൺ ഓഫ് സാച്ചുറേഷനായിട്ട് സെർവ് ചെയ്യുന്ന ആ ഒരു അക്യൂഫറാണ് നോൺ ആർട്ടീഷ്യൻ അക്യൂഫർ എന്ന് പറയുന്നത്. The dam which is constructed using earth and rock fill is known as non-rigid dam. നമ്മൾ എർത്തും റോക്ക് ഫില്ലും യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമിനെയാണ് നോൺ റിജിഡ് ഡാംസ് എന്ന് പറയുന്നത്. അപ്പം റിജിഡ് ഡാം എന്ന് പറയുന്നത് ടിമ്പറും സ്റ്റീലും യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമിനെയാണ് റിജിഡ് ഡാം എന്ന് പറയുന്നത്. The seepage of water through body of dam is called percolation. അതായത് ഡാമിൻ്റെ ബോർഡിലുള്ള ഒരു വാട്ടറിൻ്റെ സീപ്പേജിനാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്. മാർജിനൽ എംബാക്ക്മെൻറ്റ്സും നോൺ ആർട്ടീഷ്യൻ അക്യൂഫറും നോൺ റിജിഡ് ഡാംസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. ആർട്ടീഷ്യൻ നോൺ ആർട്ടീഷ്യൻ ഇത് പഠിച്ച് വയ്ക്കുക, ഏതെങ്കിലും ചോദിക്കാറുണ്ട്. റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. To dissipate energy, a fall is provided in a canal. A fall which has gradual convex and concave curves for smooth transition of water and to reduce disturbance and impact is ogee fall. നമ്മൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കനാലിൽ ഫോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫോള് കോൺവെക്സും കോൺകേവ് കർവ്സും ഉള്ള ഗ്രാജുവൽ കോൺവെക്സും കോൺകേവ് കർവ്സും ഉള്ള ഒരു ഫോളാണ് ഓഗി ഫോൾ എന്ന് പറയുന്നത്. അത് അതിൻ്റെ ആ ഒരു കർവ് കാരണം സ്മൂത്ത് ട്രാൻസിഷൻ, വാട്ടറിൻ്റെ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റർബൻസും ഇമ്പാക്റ്റും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കോൺകേവ് ഗ്രാജുവൽ ആയിട്ടുള്ള കോൺവെക്സും കോൺകേവ് കർവും ഉള്ള ഒരു ഫോളാണ് ഓഗി ഫോൾ എന്ന് പറയുന്നത്. സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും, വാട്ടർ സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റർബൻസും ഇമ്പാക്റ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. The water content at which maximum dry density is attained is called optimum water content. അതായത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു വാട്ടർ കണ്ടൻ്റാണ് ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്, OWC എന്നൊക്കെയാണ് നമ്മൾ ചാർട്ടിലെ ഗ്രാഫിലൊക്കെ വരയ്ക്കാൻ പറയുന്നത്. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു വാട്ടർ ലെവലാണ് ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിനാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇറിഗേഷനിലും ഈ ഒരു പോർഷനിലും ഇത് പഠിക്കാനുണ്ട്, എക്സാമിൽ ചോദിച്ചിട്ടുമുണ്ട് ഒപ്റ്റിമം വാട്ടർ കണ്ടൻറ്റിൻ്റേത്. The dam in which the surplus water is carried over its crust is called overflow dam. അതായത് ഓവർഫ്ലോ ഡാം എന്നുള്ള പേര് പറയുന്നത് തന്നെ ഓവർഫ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ ക്രസ്റ്റ് ആ ഒരു ലെവലിൽ നിന്നും വാട്ടർ സർപ്ലസ് ആയിട്ട് വാട്ടർ ക്യാരി ചെയ്യുന്നു, അതിനെയാണ് ഓവർഫ്ലോ ഡാം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ ഓവർഫ്ലോ ഡാമിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. The pipe which carry water from reservoir to the powerhouse is called penstock. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ടേം തന്നെയാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. റിസർവറിൽ നിന്നും പവർ ഹൗസിലോട്ട് വാട്ടറിനെ കൊണ്ടുപോകുന്ന ആ ഒരു പൈപ്പിനെയാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ചോദിച്ചത് ടെയിൽ റൈസ്, അങ്ങനെ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസാണ് ചോദിച്ചിട്ടുള്ളത്. പെൻസ്റ്റോക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പം ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, ടെയിൽ റൈസും പെൻസ്റ്റോക്കും ഒക്കെ തമ്മിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പം പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് പവർ ഹൗസിലോട്ട്, റിസർവറിൽ നിന്നും പവർ ഹൗസിലോട്ട് വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു പൈപ്പാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, തെറ്റിപ്പോകരുത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് പെൻസ്റ്റോക്കിൻ്റെയൊക്കെ. അത് 4/യും ടെയിൽ റൈസും വരാറുണ്ട്. അത് വരുമ്പോഴാണ് കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.
ഓവർസീസ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. 4-5 മാർക്കിനൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ നന്നായി പഠിക്കുക. ഓവർസീസ് ഗ്രേഡ് 2 PWD ഇറിഗേഷൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ജൂലൈയിൽ നടക്കാൻ പോകുന്ന എക്സാംസ് ഓവർസീസ് ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റിയുടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്കും ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടും കൂടെ ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.